നിങ്ങൾ സഹോദരനോട് ചോദിക്കണം, എന്റെ അമേരിക്കയിൽ ഇരിക്കുന്ന ഭർത്താവിനെ എങ്ങനെ മനസ്സാന്തരപ്പെടുത്താം? ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് നിങ്ങൾ മാർക്കോസ് 1:5-9 വായിച്ചാൽ മതി. പുള്ളി അവിടെ മനസ്സാന്തരപ്പെട്ടുള്ളൂ. പൈസക്കാൻ പോയിരിക്കാൻ വിശ്വസിച്ചുകൊണ്ട് വിട്ടുകൊടുക്കാൻ തീർച്ചയായിട്ടും ഇവിടെ മടങ്ങി വരും പറയും ഭർത്താവും മനസ്സാന്തരപ്പെട്ടെന്നുണ്ട്. കണ്ടോ, വചനത്തിന്റെ ശക്തിയാണത്. കേട്ടോ, ചിലപ്പോൾ ഭാര്യമാരെ മനസ്സാന്തരപ്പെടുന്നു. ഭാര്യമാരെ സ്വന്തമാക്കി നിങ്ങൾക്ക് വേഗം പ്രവർത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളെ തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരുടെ ഭർത്താക്കന്മാർക്ക് മനസ്സാന്തരപ്പെടുന്നത് നിങ്ങളെ അഴിച്ചുവിടും കാളകളെ പോലെ. കണ്ടോ, പോയി കൊടുത്തോ മോളെ പറഞ്ഞു, നീ പോയി അങ്ങനെ പറഞ്ഞാല് നിങ്ങൾക്ക് ഇടിച്ചു കയറാൻ പറ്റിയത്. കണ്ടോ, അപ്പം പറഞ്ഞു കൊടുക്കണം. മത്തായി 9:35-38 വിളവും ഇഷ്ടം പോലെ വെള്ളക്കാര് അസുഖങ്ങൾ എത്തവര് കൂലിക്കാളാകുന്നത്. പുള്ളിങ്ങനെ ലോകത്തിന്റെ ടേസ്റ്റ് അല്ലേ, ഈ ലോകത്ത് വേൾഡ് ടേസ്റ്റ് അല്ലേ. കാശുണ്ടെങ്കിൽ എന്ത് നേടാമെന്ന്. കൃഷി ഇത് നടക്കുമോ? കാശിന് നേടമായിരുന്നു. ഇത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. കേട്ടോ, നിങ്ങൾ ആത്മാവിന് ശക്തിയാകുമ്പോ അത് നമുക്ക് ഈ ആത്മാവിന്റെ കൂടെ ഗലാത്യ 6:18 ആത്മാവിന്റെ കൂടെ കൃപയുണ്ടാകണം. എല്ലാ സ്ഥലത്തോട്ട് ഈ അടുത്ത ആഴ്ചയില് കുറച്ച് ഒരു 4 പേര് ട്രിവാൻഡ്രത്ത് പോകണം. എല്ലാ വ്യാഴാഴ്ച കൂടെ ഒരു 2 പേര് തൃശ്ശൂരിൽ പോകണം. കണ്ടോ, 2 പേര് മംഗലാപുരത്ത്, 2 പേര് 3 പേര് ഗോവയിൽ. പ്രധാനം ചില സ്ഥലത്ത് 3 പേര് വേണ്ടി വരും, ചിലത്ത് 2 പേരുണ്ട്. അങ്ങനെ 9 പേര് 2 പേരുമായിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചോളും, ഈശോ തന്നെ പഠിപ്പിച്ചോളും. അതാണ് ഈ യോഹന്നാൻ 14:21 എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഇടയിൽ നിന്ന് ചില ഇത് വരും, അതും അറിഞ്ഞിരിക്കണം. വ്യത്യസ്തപ്പെട്ട പ്രബോധനമായിട്ട് വരും പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ, അതും അറിഞ്ഞിരിക്കണം. 1 തിമോത്തി 6:3-5 വേണം. ഇതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് പറയുന്നത്, ഒന്ന് വായിക്കാമായ 2 കൊരിന്ത്യർ 12 1-6 വരെ വേണമെന്ന് വായിച്ചു. നിങ്ങൾ ഇപ്പോഴത്തെ എന്നോട് പരിശുദ്ധനായിരുന്നിട്ടും എനിക്ക് നിങ്ങളോട് ദൈവികമായ അസതകളുണ്ട്. നിങ്ങളുടെ നിർമ്മലമായ വധുവിനെ അവരുടെ ഭർത്താവിന്റെ പോലെ നിങ്ങളെ ക്രിസ്തുവിനെ പ്രവർത്തിക്കേണ്ടത്, നിർമ്മലമായ വധുവിനെ നിങ്ങളെ ക്രിസ്തുവിനെ പ്രവർത്തിക്കേണ്ടത്, ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി. ക്രിസ്തുവുമായി ഞങ്ങളുടെ വിവാഹം വെച്ച് നടത്തി. പിന്നെ എന്നാൽ സർപ്പം ഹവ്വായെ, അപ്പൊ തന്ത്രപൂർവ്വം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. തന്ത്രപൂർവ്വം ചതിക്കും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം നിങ്ങളുടെ ഭയങ്കര ലോകത്തിലോട്ട് പോകുമ്പോ. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞ ഈ വചനം, തന്ത്രപൂർവ്വം അവൻ ചതിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അവിടെ പോകല്ലേ, ഇവിടെ പോകല്ലേ, മറ്റവന്റെ കേൾക്കാൻ പോകല്ലേ. അവര് പറയും കൺവെൻഷൻ ആണെന്ന്. ആ കൺവെൻഷൻ നടത്തണമെന്ന് വല്ലതും ഉണ്ടോ കയ്യില്? ആ ചെന്നാനെ പിടിക്കുമ്പോഴേ അവന്റെ അരികറികളുണ്ട്, വേറെ വ്യത്യസ്തപ്പെട്ട അരികാണ്. അത് നമ്മളെ കാണുമ്പോൾ അവന് ഭയം. നമ്മളിങ്ങനെ ചീത്തല തുറന്നു പറയുകയാണ്. അവിടെ ഇത്ര വൈചാരിക്കും വിദ്വേഷമൊക്കെ എന്തുകൊണ്ടാണ്? അവരുടെ രഹസ്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. വെളിപാട് 2 കൂടെ ഒരു കൃപയുണ്ട്. അവൻ അപ്പോസ്തലനാണോ ഇല്ലെന്നല്ല. കണ്ടോ, അത് നിങ്ങൾക്കോ കൃപ ദൈവം തരും. അതുകൊണ്ടാണ് പറയുന്നത്, ആ പോയി കഴിഞ്ഞാല് പഠനമൊന്നും നോക്കിയോ, അല്ലെങ്കിൽ അത് പോയി അവിടെ നിന്ന് കൂട്ടിട്ട് പോവാം. അറിയില്ല നിങ്ങൾ വ്യത്യസ്തപ്പെട്ട അരിവായിട്ട്. കണ്ടോ, അരിവ് മാറിപ്പോവും. നമ്മൾ ചെയ്യേണ്ട അറിയല്ലേ. ഇതുകൊണ്ടാണ് പറയുന്നത് അവരുമായിട്ട് സത്സർഗം പാടില്ലെന്നല്ല. പൗലോസും 2 യോഹന്നാൻ 6-11 വേണം. അവര് വന്നാൽ നിങ്ങൾ വിട്ടുകൊടുക്കരുത്, കൂടെ ഇരിക്കരുത്. കണ്ടോ പറയുന്നത്, വെറുതെ വ്യക്തം മതി, വ്യത്യസ്തം മതി. അതുകൊണ്ടാണ് അവരോട് ഈ സംസാരം നമ്മൾ ഒരിക്കലും ചെയ്തത്. ഒരുത്തം വന്നാല് ഡിഫറൻസ് സ്പിരിറ്റായിട്ട് വന്നാല് അവരോട് ഒരിക്കലും തർക്കിക്കുകയോ ദൈവികമായും സംസാരിക്കുകയോ ചെയ്യരുത്. സംസാരിച്ച ഉടനെ അവന്റെ നിങ്ങളുടെ സ്പിരിറ്റിനെ എഫക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അസ്വസ്ഥയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് 5:10 വീണ്ടും പറഞ്ഞത്, നിങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ആര്? അവന് ദുരിതം. അവന് അസ്വസ്ഥ ഉണ്ടാക്കും. അവന് ആവശ്യം അസ്വസ്ഥ ഉണ്ടാക്കിയാണ്. വെള്ളം വരുന്നതിനാണ് സർക്കാർ യോഹന്നാൻ 10:10 മോഷിക്കാനും അങ്ങനെയായത്. എന്നാൽ സർപ്പം അവരെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ
ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ അവരുടെ ചിന്തകള് ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്ന് വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കും. വിടുമെന്ന് സംശയിക്കുക പൗലോസ്. അവർ യഥാർത്ഥത്തിൽ വ്യതിചലിപ്പിക്കും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പൊ പോയി പണ്ട് എല്ലാം തുറന്ന ജ്ഞാനം ഒക്കെ പോയി കൊടുക്കും അവിടെ ഇവിടെയൊക്കെ. അന്ന് നിങ്ങളന്ന് ബാലരായിരുന്നു, ഒന്നും അറിയാൻ പാടില്ല. ഈ സ്ഥിതിന്റെ കാര്യം ഒന്നും അറിഞ്ഞൂടാ. ഏതെല്ലാം അരികിലാ വരുന്നതാണ് അറിയാമോ? ഇല്ല. അവന്റെ പ്രബോധനമാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും, നല്ല ലാംഗ്വേജില്. 1 തിമോത്തി 1:6. അതുകൊണ്ട് ഇതുവായി ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും, ഉദാഹരണം പ്രജാപതിയിൽ കൂടി യേശുവിനെ കൊണ്ടുവന്നായിരുന്നു, ആ അങ്ങേശവൻ ഉള്ള തെറ്റാണ്. അവിടെ യഥാർത്ഥ ഈശ്വര പ്രവർത്തനം അല്ല. കണ്ടോ? പ്രജാപതിനെ അവതരിപ്പിച്ചിട്ടാണ് ഈശ്വരനെ ഞങ്ങൾ കേൾക്കുന്നത്. പത്രോസിനെ കളഞ്ഞ പൗലോസിനെ കളഞ്ഞു. കണ്ടോ? അത് അസംഭവിച്ചാണ് നിങ്ങളത് ഈശ്വര അറിയാനായിട്ട്. അങ്ങനെല്ലാം കേൾക്കാതിരിക്കുകയാണ്. ആരും വരണ്ട. സർക്കാർ തക്ക സമയത്ത് എത്തിച്ചോളും ലോകത്തില്. നമ്മളൊന്നും ആവശ്യമില്ല ഈശോയ്ക്ക്. ഈശോയ്ക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുത്തോളൂ. നമ്മളെടുത്തേക്ക് നമ്മൾ വിശ്വസ്തരായി നിൽക്കണം. അതാണ് ബഹുമാനമായിട്ട്. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരേശുവിനെ ആരെങ്കിലും വന്ന് പ്രത്യേകം ഞങ്ങൾ ജീവിച്ചതല്ലാത്ത, പത്രോസും പോലും ജീവിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ സുവിശേഷത്തിനോ കൈക്കൊള്ളുക ചെയ്താൽ നിങ്ങൾ അനായാസമാണ്. വളരെ അനായാസം വളരെ എളുപ്പത്തിൽ നിങ്ങളതിന് കിടന്നു. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം പെട്ടെല്ലാം വിട്ടുപോയി. വിശ്വാസം പോയി. അനേകം സംഭവിക്കുന്നതാണ്. വിശ്വാസം പോയി, എല്ലാം പോയി. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മളവരെ കാണുകയില്ല. അന്വേഷിച്ചാലും കാണും. അപ്പൊ അയാളില്ലെന്ന് പറയാം. കണ്ടോ? എത്ര പേരാ പോണം, എത്ര പ്രവാചകന്മാരാണ് താഴെ പോണം. അത് പോകാതിരിക്കാനാണ് നമ്മുടെ സുവിശേഷത്തോട് വിശ്വസ്ത പുലർത്തണം. ഓരോരുത്തർ പറഞ്ഞില്ലേ, 1 തെസ്സലോനിക്ക 2 3 താഴെയുള്ളതാണ്. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചില്ല. എന്തുകൊണ്ടാണ് ഇത്? ഞങ്ങൾ നേരത്തെ അപേക്ഷിച്ച് കളഞ്ഞ് 2 കൊറിന്തോസ് 4:2 എന്താ പറഞ്ഞത്? ലജ്ജാകരമായ രഹസ്യ നടപടികൾ ഞങ്ങൾ നേരത്തെ വർദ്ധിച്ചിരിക്കുന്നു. ആരെയും വഞ്ചിക്കുകയോ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുക ചെയ്യുന്നില്ല. കണ്ടോ? അതുകൊണ്ടാണ് സത്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി തെസ്സലോനിക്ക ഇതുകൊണ്ടാണ് വചനം കേൾക്കാതെ നിങ്ങൾ ഇരുന്നാല് എല്ലാം താഴെ പോകും. ഇവിടെ ഞാനും ബ്രദർ ജോണും വചനെടുക്കുമ്പോൾ നിങ്ങൾ വന്ന് കേൾക്കണം. നിങ്ങൾ ആത്മീയ ഗുരുക്കളായിട്ട് ഞങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയല്ല, കേട്ടോ, അനേകർക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ സന്തോഷം നിങ്ങളില് 2 കൊരിന്തോസ് 4:15 വരുമ്പോഴാണ്. നിങ്ങൾ കൂടി അനേകം മാനസാന്തരപ്പെടുന്നവരെ കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും ആത്മാവിന്. ദൈവത്തോട് എങ്ങനെ നന്ദി പറയാൻ പറ്റും? കൃപ സമൃദ്ധമാകുന്നു. കണ്ടോ? ഇപ്പൊ നിങ്ങൾ ഒരാള് മനസ്സാന്തരപ്പെടുന്നത് കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും ആത്മാവിന്. ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങൾ വേറെ എന്താ വരേണ്ടത്? നിങ്ങളുടെ വെള്ളിയാ, സ്വർണ്ണമാ, മാലയാ, പിന്നെന്താ? പല ആവശ്യമുണ്ട്. ഇതാണ് ആവശ്യം നിങ്ങളുടെ നിന്ന്. മനസ്സിലാകുന്നുണ്ട്? നിങ്ങളാ ഓരോരുത്തരെ കൗൺസിൽ ചെയ്ത് മനസ്സാന്തരപ്പെടുത്തിക്കൊണ്ടുവരുമ്പോൾ അതാണ് എന്നോട് സ്നേഹം, അതാണ് എന്നോട് നന്ദി, അതാണ് ദൈവത്തോടുള്ള നന്ദി, അതാണ് ഞാൻ ആവശ്യിക്കുന്നത്. ദൈവത്തിനെ മഹത്വപ്പെടുത്താനായിട്ടാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത്. എന്നെ അതുപോലെ മനസ്സിലായി. അതുകൊണ്ട് ഒരാവശ്യപ്പെടുത്തി കൊണ്ടുവരുന്നതാണ്